വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രൊഫൗണ്ട് അക്കാദമിയുടെ മന്ത്ലി ചർച്ചയിലാണ് നമ്മളുള്ളത്. അപ്പം ഇന്ന് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള വിഷയം ലോകരാഷ്ട്രീയത്തിലെ മലബാർ, പ്രത്യേകിച്ച് മധ്യകാലഘട്ടത്തിലെ ഒരവസാനത്തിൽ 13, 14, 15 നൂറ്റാണ്ടുകളിലെ വേൾഡ് പൊളിറ്റിക്സിലെ മലബാറിൻ്റെ ഒരു ഡയറക്റ്റോ ഇൻഡയറക്റ്റോ ആയിട്ടുള്ളൊരു സ്വാധീനത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ വർഷം വെച്ചിട്ടുള്ളത് 1250 ക്രിസ്താബ്ദം എന്നുള്ളതാണ്. ക്രിസ്താബ്ദം 1250 നമുക്കറിയാം, ലോകത്തുണ്ടായ രാഷ്ട്രീയമായ മാറ്റങ്ങൾ, ഒന്ന് മംഗോളുകൾ, താർത്താരികളുടെ ഒരു വലിയ മുന്നേറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അതേപോലെ മംലൂക്ക് സുൽത്താനേറ്റ്, മംലൂക്ക് രാജവംശം പിന്നെ അങ്ങനെ ഉയർന്നു വരുന്നൊരു സമയമാണ്. ഈ ഒരു സമയത്ത് മാത്രമല്ല, വെസ്റ്റിൽ നിന്ന് വലിയ തോതിൽ മുസ്ലിം രാഷ്ട്രങ്ങൾക്ക് നേരെ കുരിശ് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രഗിളിൽ മലബാർ ഒരു ഫാക്ടറായിട്ട് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 1258 താർത്താരികൾ ബാഗ്ദാദ് ആക്രമിക്കുന്നത്. ബാഗ്ദാദിൽ ഭയങ്കരമായ ആക്രമണം ഉണ്ടാകുന്നത് അതിൻ്റെ ഏകദേശം ഒരു ഡീക്കേഡ് മുമ്പാണ്, ഒരു 5-8 വർഷം മുമ്പാണ് മംലൂക്കുകൾ അധികാരത്തിൽ വരുന്നത്. ഈ മംലൂക്ക് എന്ന് പറഞ്ഞാൽ അടിമവംശമാണ്. നമ്മൾ അടിമവംശം എന്ന് പറയുമെങ്കിലും സാധാരണ അടിമകളിൽ നിന്ന് വ്യത്യസ്തമായി കുറച്ചും കൂടിയും ഒരു ആർമി ലെവലിലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലും എല്ലാം കുറച്ചും കൂടി സ്കില്ലുള്ള ഒരു ഈജിപ്ഷ്യൻ ഒറിജിനാണെന്നാണ് പറയപ്പെടുന്നത്. ഇവരാണ് മംലൂക്കുകൾ. അപ്പോൾ മംലൂക്കുകൾ പൊതുവേ മുസ്ലിം രാജവംശങ്ങൾ നന്നായി ഉപയോഗിച്ചിരുന്നു അവരുടെ പല പോസ്റ്റുകളിൽ. ഇവരുടെ ഒരു കഴിവ് കൊണ്ട് തന്നെ ഈ ഭരണത്തിൻ്റെ പല മേഖലകളിലെയും കീ പോസ്റ്റുകളിലേക്കെല്ലാം മംലൂക്കുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ആ സമയത്ത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലും അടിമവംശം ഏകദേശം ഒരു നൂറ്റാണ്ടോളം ഡൽഹി, ലാഹോർ കേന്ദ്രീകരിച്ച് ഭരണം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതും മംലൂക്ക് വംശത്തിൽപ്പെട്ട ആളുകൾ തന്നെയാണ്. ഇപ്പോൾ മുഹമ്മദ് ഗോറിൻ്റെ കീഴിലുണ്ടായിരുന്ന ഒരു അടിമയായിട്ടുള്ള ആളായിരുന്നു കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത്. ഗോറി മരിച്ചതിന് ശേഷം കുത്തുബുദ്ദീൻ ഐബക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, സ്വന്തമായിട്ട് ഒരു ഡൈനാസ്റ്റി ഉണ്ടാക്കിയിട്ട് പിന്നെ ഒരു നൂറ്റാണ്ട് കാലം ഇവിടെ ഒരു അടിമവംശത്തിൻ്റെ മുഗൾ ഭരണമാണ് നടക്കുന്നത്. ഇതിൽ നമ്മൾ ഈ മംലൂക്കുകൾ അധികാരത്തിൽ വരുന്നത് സത്യത്തിൽ അതിൻ്റെ മുമ്പുണ്ടായിരുന്ന ഒരു അയ്യൂബി ഡൈനാസ്റ്റിയിൽ ഉള്ള ആൾ കുരിശ് യുദ്ധത്തിൽ മരണപ്പെട്ടതിന് ശേഷം അവിടുത്തെ രാജ്ഞി പിന്നീട് ഭരണം ഏറ്റെടുക്കുകയും ആ ഭരണത്തിൽ അവർക്കുള്ളൊരു സപ്പോർട്ടിന് വേണ്ടി അവിടെ കീ പോസ്റ്റിലുണ്ടായിരുന്നൊരു മംലൂക്കിനെ ഭർത്താവായി സ്വീകരിക്കുകയും അവരിലൂടെ ഭരണം കൊണ്ടുപോവുകയും ചെയ്യുകയാണ്. അത് പിന്നീട് ഈജിപ്തിലെ ഭരണം പിന്നീട് മംലൂക്കുകളുടെ കയ്യിലേക്ക് വരികയാണ്. പ്രത്യേകിച്ച് അന്ന് അബ്ബാസിയ ഖിലാഫത്തിൻ്റെ കാലമാണ്. അബ്ബാസിയ ഖിലാഫത്ത് നമുക്കറിയാം ബാഗ്ദാദ് കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. ഈ സമയത്ത് ഈസ്റ്റിൽ നിന്ന് വലിയ തോതിലുള്ള താർത്താരികളുടെ ഒരു ആക്രമണം ഉണ്ടാകുന്നുണ്ട്. താർത്താരികളുടെ മംഗോൾസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവർ ഒരു രാജ്യം ആക്രമിക്കുമ്പോൾ ആ രാജ്യം ഒന്നടങ്കം അങ്ങോട്ട് നശിപ്പിച്ചിടും. കാരണം വെച്ചാൽ ഒരു ടെറർ ക്രിയേറ്റ് ചെയ്യാണ്. കാരണം ഇനിയുള്ള രാജ്യങ്ങളെല്ലാം ഞങ്ങളെ ഭയക്കണം, കാരണം ഇത്തരത്തിലായിരിക്കും ഞങ്ങളുടെ പെരുമാറ്റം. അത് മുന്നറിയിപ്പ് കൊടുക്കും, ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്, ഒന്നെങ്കിൽ കീഴടങ്ങണം അല്ലെങ്കിൽ ഞങ്ങൾ നശിപ്പിക്കും എന്നുള്ളത്. അങ്ങനെ അവർ പല രാജ്യങ്ങൾ കീഴടക്കി ഈജിപ്തിലേക്ക് വരികയാണ്. ഈജിപ്തിലെ ഖലീഫയ്ക്ക് ലെറ്റർ അയക്കുകയാണ്. ആ ലെറ്ററിനോട് പക്ഷേ കുറച്ചും കൂടി ഒരു ഓവർ കോൺഫിഡൻസിലാണ് മുസ്ലിം ഖിലാഫത്തിലെ ഖലീഫ പ്രതികരിക്കുന്നത്. ഒരു പക്ഷേ അവരെ നമുക്ക് അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാൻ കഴിയുമെന്നും വിജയിക്കുമെന്നൊക്കെ ഉള്ളൊരു വിശ്വാസത്തിൻ്റെ പുറത്തായിരിക്കാം. പക്ഷേ അത് സത്യത്തിൽ ഒരു സ്വപ്നം മാത്രമായിരുന്നു. കാരണം ചെങ്കിസ് ഖാൻ്റെ പേരക്കുട്ടിയാണ് ഈ യുദ്ധം നയിക്കുന്നത്. ചെങ്കിസ് ഖാൻ മരിച്ചതിന് കുറച്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇത് നടക്കുന്നത്. ഹെലൂഗെ ഖാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഹെലൂഗെ ഖാൻ്റെ നേതൃത്വത്തിലാണ് താർത്താരികൾ ഈജിപ്തിലേക്ക് കയറുന്നത്. ബാഗ്ദാദ് എന്നുള്ളത് അന്ന് ലോകത്തെ ഏറ്റവും വലിയൊരു വിജ്ഞാനത്തിൻ്റെ കേന്ദ്രം, എല്ലാ നിലക്കുള്ള ശാസ്ത്രീയ മുന്നേറ്റങ്ങളുടെയും കേന്ദ്രം, പണ്ഡിതന്മാരുടെ, സാഹിത്യങ്ങളുടെ, അങ്ങനെ ലോകത്തിൻ്റെ ഒരു വിജ്ഞാന കേന്ദ്രമായ ബാഗ്ദാദിനെ
ഏകദേശം ഒരു 5-6 മാസം, ഒരു വർഷം കൊണ്ട് ആകെ അങ്ങോട്ട് നിരപ്പാക്കുകയാണ്. അങ്ങോട്ട് കയറി ആളുകളെ പിന്നെ പല കണക്കുകളുണ്ട്. പിന്നെ 8 ലക്ഷം മുതൽ 20 ലക്ഷം വരെ പേരെ കൊന്നൊടുക്കിയെന്ന് കണക്കുണ്ട്. ഹെലൂഗെ ഖാൻ തന്നെ പിന്നീട് എഴുതുന്ന ഒരു ലെറ്ററിൽ 2 ലക്ഷം പേരെ കൊന്നു എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്തായാലും അവിടെ ഒരു 5-6 ലക്ഷം പേര് മരിച്ചിട്ടുണ്ട്. നമ്മളിങ്ങനെ പിന്നെ ഈ കബന്ധങ്ങൾ കുന്നുകൂടുക എന്നൊക്കെ പറയും, അതേപോലെ ശവങ്ങൾ ഇങ്ങനെ കുന്നുകൂടി കിടക്കുന്ന ഒരു ബാഗ്ദാദായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ഇബ്നു കസീറിൻ്റെ എന്താ പുസ്തകത്തിന് ബിദായ വന്നിഹായ അല്ലേ, തുടക്കം കൊടുക്കും. അതിൽ ഈ പിന്നെ ബാഗ്ദാദിലെ താർത്താരികൾ വന്നിട്ടുള്ള ചരിത്രങ്ങളെല്ലാം പറയുന്നുണ്ട്. അവിടുത്തെ പണ്ഡിതന്മാരെ, സാഹിത്യകാരന്മാരെ, ശാസ്ത്രജ്ഞന്മാരെയൊക്കെ കൊണ്ടുപോയി കുടുംബസമേതം കൊന്നൊടുക്കുന്നത്. പിന്നീട് അവസാനം അവർ സുൽത്താൻ മുഅ്തസിം അദ്ദേഹത്തിനെയും കൊന്നൊടുക്കിക്കൊണ്ട് ബാഗ്ദാദിൻ്റെ മുഴുവൻ ഭരണം താർത്താരികൾ ഏറ്റെടുക്കുകയാണ്. അതോടുകൂടി അബ്ബാസിയ ഖിലാഫത്ത് അവസാനിക്കുകയാണ്. പക്ഷേ അബ്ബാസിയ ഖിലാഫത്ത് അവസാനിച്ചെങ്കിലും ഈജിപ്തിൽ കെയ്റോ കേന്ദ്രീകരിച്ച് മംലൂക്കുകൾ അധികാരത്തിലുണ്ട്. മംലൂക്ക് സുൽത്താനേറ്റ് അവിടെ അധികാരത്തിലുണ്ട്. ഇതിൽ താർത്താരികൾ പിന്നീട് പിന്നെ അലപ്പോ, സിറിയയിലെ അലപ്പോ ആക്രമിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ദമസ്കസ് കീഴടക്കുന്നുണ്ട്. ഇതൊക്കെ കീഴടക്കിയിട്ട് പിന്നീട് ഇതേപോലൊരു ലെറ്റർ മംലൂക്ക് സുൽത്താന് വരികയാണ്. അന്ന് അവിടെ സുൽത്താനായിട്ടുള്ളത് കുത്തൂസാണ്, മംലൂക്കുകളുടെ അന്നത്തെ അവിടുത്തെ സുൽത്താൻ. അപ്പോൾ ഇദ്ദേഹത്തിന് ഈ ലെറ്റർ വരുമ്പോൾ ലെറ്റർ മാത്രമല്ല വരുന്നത്, 2 താർത്താരികൾ 2 പ്രതിനിധികൾ അയച്ചിട്ടുണ്ട്, 2 ഡിപ്ലോമാറ്റ്സിനെ മംലൂക്കുകളുടെ അടുത്തേക്ക് അയച്ചിട്ട് പിന്നെ പറയുകയാണ്, നിങ്ങൾ കീഴടങ്ങണം. കാരണം ഇനി ലോകത്ത് ഒരു മുസ്ലിം രാജവംശം അല്ലെങ്കിൽ ഒരു മുസ്ലിം ഒരു രാജവംശം അവശേഷിക്കുന്നത് മംലൂക്കുകൾ മാത്രമാണ്. മംലൂക്കുകൾ അത്ര വലിയ പവറൊന്നുമില്ല. അപ്പം അവർ മാത്രമാണ് അവശേഷിക്കുന്നുള്ളൂ. അബ്ബാസിയ ഖിലാഫത്ത് ബാഗ്ദാദ് പൂർണ്ണമായിട്ട് ഇല്ലാതാക്കി. ഇവരുടെ അടുത്തേക്ക് താർത്താരികളുടെ 2 ഡിപ്ലോമാറ്റ്സ് വരികയാണ്. അപ്പോൾ ഇവർക്ക് ലെറ്റർ കൊടുക്കുകയാണ്, ഞങ്ങൾ ഇവിടെ ആക്രമിക്കാൻ പോവുകയാണ്, നിങ്ങൾ ഒന്നെങ്കിൽ കീഴടങ്ങണം എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ഡിപ്ലോമാറ്റ്സിനെ പിന്നെ നമ്മളൊരു ഒരു ഒഫീഷ്യലി സ്വീകരിക്കുന്ന രീതിയുണ്ട്. അപ്പോൾ ഇദ്ദേഹം അന്നത്തെ രാജാവ് അവരുടെ പ്രതിനിധികളുമായിട്ട് ഡിസ്കസ് ചെയ്യാം, എന്താണ് നമ്മളിതിൽ ചെയ്യേണ്ടത്. നമുക്കറിയാം ബാഗ്ദാദിൻ്റെ അവസ്ഥ, നമുക്കറിയാം എന്താ സംഭവിച്ചതെന്നുള്ളത്. പിന്നെ ദമസ്കസിൻ്റെ അവസ്ഥ അറിയാം, താർത്താരികൾ കടന്നുപോയ നാടുകളുടെ എല്ലാം അവസ്ഥ നമുക്കറിയാം. അപ്പോൾ നമ്മളെ മുമ്പിൽ 3 ഓപ്ഷനാണുള്ളത്. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടുന്ന് പിൻവാങ്ങി പോവാം. പക്ഷെ നമുക്ക് പോകാനുള്ളത് ആഫ്രിക്കയിലേക്കാണ്, അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. രണ്ടാമത്തത് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, തിരിച്ചടിച്ചിട്ട് എത്രത്തോളം നിൽക്കാൻ പറ്റും നമുക്കറിയില്ല. 3 നമുക്ക് കീഴടങ്ങിയിട്ട് അവരെ കീഴിൽ നമുക്ക് ഇവിടെ തന്നെ കഴിയാം. പക്ഷെ അത് അഭിമാനത്തിന് വലിയ ക്ഷതമാണ്. അപ്പോൾ തിരിച്ചടിക്കാം എന്നുള്ള ഓപ്ഷൻ എടുത്താൽ ഒരിക്കലും നമ്മളുടെ ജനങ്ങൾ നമ്മളെ തള്ളിപ്പറയില്ല. കാരണം ഒന്നെങ്കിൽ നമുക്ക് ജയിക്കാം, അല്ലെങ്കിൽ നമുക്ക് മരണപ്പെടാം എന്ന ഈ തീരുമാനം അവരെടുത്തതിന് ശേഷം ഇവരാദ്യം ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ കൊട്ടാരത്തിൽ വന്ന താർത്താരികളുടെ 2 ഡിപ്ലോമാറ്റ്സിനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. അതോടുകൂടി താർത്താരികൾക്ക് ഇത് കൂടുതൽ ദേഷ്യം ഉണ്ടാകും. പിന്നീട് അവരുടെ ആർമി ഇങ്ങോട്ട് വരുന്നതിന് പകരം ഇവിടുന്ന് അങ്ങോട്ട് പോവുകയാണ്. മംലൂക്കുകൾ വലിയൊരു പടയാളികളുടെ ഒരു സൈന്യവുമായിട്ട് അങ്ങോട്ട് പോയിട്ട് ഫലസ്തീനിൽ വെച്ചിട്ടാണ് യുദ്ധം നടക്കുന്നത് താർത്താരികളുടെ ആയിട്ട്. ഫലസ്തീനിൽ വെച്ച് യുദ്ധം നടക്കുമ്പോൾ ആ യുദ്ധത്തിൻ്റെ പേരാണ് ഐൻ ജാലൂത്ത്. അഥവാ നമ്മൾ ഗോലിയാത്തിനേറ്റ് പിന്നെ ജാലൂത്തും താലൂത്തും തമ്മിലുള്ള യുദ്ധം നടന്ന് ദാവൂദ് നബി അലൈഹി സ്വലാം ജാലൂത്തിനെ വധിച്ച ആ താഴ്വരയിൽ വെച്ചിട്ടാണ് യുദ്ധം നടക്കുന്നത്. അതുകൊണ്ടാണ് ഐൻ ജാലൂത്ത് എന്നുള്ള യുദ്ധത്തിൻ്റെ പേര്. ഐൻ ജാലൂത്ത് എന്നുള്ളൊരു യുദ്ധം സത്യത്തിൽ മുസ്ലിം ലോകത്തിന് പിന്നെ ഉണ്ടായ വലിയൊരു മുന്നേറ്റമാണ്. അഥവാ നമ്മളുടെ ഒരു ഭരണം അന്ന് മുസ്ലിം ലോകത്തിന് പൊളിറ്റിക്കലി ഭരണം നിലനിർത്താൻ സാധ്യമായ വലിയൊരു വിജയം സമ്മാനിച്ച, പിന്നീട് അങ്ങോട്ടെല്ലാം പിന്നെ ലോകത്ത് ഒരു ഭരണത്തിൻ്റെ സാന്നിധ്യം അറിയിക്കാൻ മാത്രം പിന്നെ സഹായം ചെയ്തൊരു വലിയ മുന്നേറ്റമായിരുന്നു ഐൻ ജാലൂത്ത് യുദ്ധത്തിലെ വിജയം എന്നുള്ളത്. അതോടുകൂടി താർത്താരികൾ അവിടുന്ന് പിന്മാറുകയാണ്. മംലൂക്ക് സുൽത്താനേറ്റ് കൂടുതൽ വികസിക്കുകയാണ്. ബാഗ്ദാദ് അടക്കം ഇവരുടെ കീഴിലേക്ക് വരികയാണ്. റെഡ് സീ, ചെങ്കടലിൻ്റെ ചുറ്റുഭാഗം എല്ലാം ഇവരുടെ വലിയൊരു സാമ്രാജ്യം ഉണ്ടായി വരികയാണ് മംലൂക്കുകളുടെ. അങ്ങനെ മംലൂക്കുകൾ സത്യത്തിൽ പിന്നെ ഈസ്റ്റിനും വെസ്റ്റിനും ഇടയിലുള്ള ഒരു പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് ഇന്നത്തെ ഈജിപ്ത്, സിറിയ, ഇസ്രായേൽ, പിന്നെ ഇറാഖ് എല്ലാം ഉൾപ്പെടുന്ന പിന്നെ ജിദ്ദ, പിന്നെ സൗദി അറേബ്യയുടെ ഒക്കെ വലിയൊരു ഭാഗം ഉൾപ്പെടെ ഈ റെഡ്സിൻ്റെ ചുറ്റുഭാഗവും എന്ത് ചെയ്യുന്നത് ഇവരെ കയ്യിലേക്ക് വരുന്ന രൂപത്തിൽ വലിയൊരു സാമ്രാജ്യമായി മാറുകയാണ്.
അപ്പോൾ ഇവരാണ് ശരിക്കും ഈസ്റ്റിനും വെസ്റ്റിനും ഇടയിലുള്ള വലിയൊരു പോയിൻ്റായിട്ട് നിൽക്കുന്നത് ഈ മംലൂക്ക് സുൽത്താനായിട്ട്. ഇവരുടെ ഒരു ഭാഗത്ത് ഇവർ കുരിശ് യുദ്ധക്കാരെ പ്രതിരോധിച്ച് നിർത്തുന്നുണ്ട്. വെസ്റ്റിൽ നിന്നുള്ള തുടരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുരിശ് യുദ്ധത്തെക്കുറിച്ച് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, അവർ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ഭരണസമയത്ത് പിന്നെ ജെറുസലേം പിടിച്ചടക്കിയതിന് ശേഷം പിന്നീട് 1095 അന്ന് പോപ്പ് അർബൻ രണ്ടാമൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ കൽപ്പന പ്രകാരം വന്ന കുരിശ് പടയാളികളാണ് ഒന്നാമത്തെ കുരിശ് യുദ്ധത്തിൽ ജെറുസലേം തിരിച്ചു പിടിക്കുന്നത്. അത് പിന്നീട് നമുക്കറിയാം സലാഹുദ്ദീൻ അയ്യൂബിയാണ് 12-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ വീണ്ടും തിരിച്ച് ഇസ്ലാമികത്തിലേക്ക് തന്നെ ജെറുസലേം പിടിച്ചെടുക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് അവർ നിരന്തരം ശ്രമിച്ചിട്ടും അത് കുരിശുയുദ്ധം ഏകദേശം 8ഓളം കുരിശുയുദ്ധങ്ങൾ നടന്ന് നിരന്തരം ശ്രമിച്ചിട്ട് അവർക്ക് ജെറുസലേം പിടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മംലൂക്കുകൾ അധികാരത്തിൽ വരുന്ന ഈ സമയം, ഈ 1250 ക്രിസ്താബ്ദമൊക്കെ നടക്കുന്ന സമയത്ത് 7ാമത്തെ കുരിശുയുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ മംലൂക്കുകൾ എന്ന് വെച്ചാൽ അവർ വെസ്റ്റിലെ പടിഞ്ഞാറൊരു ഭാഗത്ത് കുരിശുയുദ്ധക്കാരെ വളരെ ശക്തമായി പ്രതിരോധിച്ച് വിറപ്പിച്ച് നിർത്തുകയും അതേസമയം ഈസ്റ്റിലൊരു ഭാഗത്ത് താർത്താരികൾ അതേപോലെ പ്രതിരോധിച്ച് നിർത്തുകയും ചെയ്ത ഒരു വൻ ശക്തിയായിട്ട് മംലൂക്കുകൾ ലോകത്ത് മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ അവർക്ക് ഒരു അഡ്വാൻറ്റേജ് കിട്ടിയത് എന്താണെന്ന് വെച്ചാൽ, ഈ ഹെലൂഗെ ഖാൻ പിന്നീട് കുറേ അങ്ങോട്ട് പോവുകയാണ്. കാരണം ഈ ഇതല്ല ഏരിയയിൽ ഇവരെ സാമ്രാജ്യത്തിൽ വരുന്നു. അതേസമയം കുറച്ചും കൂടി ഈസ്റ്റേൺ യൂറോപ്പിൽ, നമ്മൾ ഇന്നത്തെ ചെക്ക് റിപ്പബ്ലിക്, ഹംഗേറിയ, പോളണ്ട്, ഇങ്ങനെ ഈ വരുന്ന ഈ ഭാഗങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഈസ്റ്റേൺ യൂറോപ്പ്, ഇത് ചെങ്കിസ് ഖാൻ്റെ വേറൊരു പേരക്കുട്ടിയാണ് ഭരിക്കുന്നത്. ഗോൾഡൻ ഹെർദ എന്നുള്ള ഒരു ഏരിയയാണ് ആ ഏരിയക്ക് അന്ന് പറയുന്നത്. ആ ഏരിയ ഭരിക്കുന്നത് ചെങ്കിസ് ഖാൻ്റെ വേറൊരു പേരക്കുട്ടിയായ ബർക്കെ ഖാനാണ്. ഈ ബർക്കെ ഖാന് യാദർശികമായി ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കിട്ടിയൊരു ദൈവത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് ഈ ഹെലൂഗെ ഖാനെ പ്രതിരോധിക്കുന്നത് ഈ ബർക്കെ ഖാനാണ്. ഇപ്പോൾ ഈ ക്രുസൈഡ്സിൻ്റെ ചരിത്രം എഴുതിയ തോമസ് അസ്പ്രിഡ്ജിൻ്റെ ഒരു പുസ്തകമുണ്ട്, വലിയ പുസ്തകം, 1700 പേജുള്ള. അതിൽ അദ്ദേഹം ഈ സംഭവത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അന്നത്തെ മംലൂക്ക് സുൽത്താൻമാർ ബർക്കെ ഖാൻ, കാരണം അന്ന് മംലൂക്ക് സുൽത്താനായിട്ട് വളരെ വിശാലമായ സാമ്രാജ്യമായപ്പോൾ 3 ഹറമുകളും ഇവരുടെ കീഴിലാണ്. അപ്പോൾ മസ്ജിദുൽ നബിയും മസ്ജിദുൽ ഹറമും മസ്ജിദുൽ അക്സ ഇവരുടെ കീഴിലാണ്. അപ്പോൾ ഇവർ അന്ന് ബർക്കെ ഖാന് വേണ്ടി ഈ 3 ഹറമുകളിലും വെള്ളിയാഴ്ച പ്രാർത്ഥിക്കാൻ വേണ്ടി പിന്നെ കൽപ്പന കൊടുത്തിരുന്നതാണ്. അപ്പോൾ അത്രമേൽ ഇവർക്ക് പൊളിറ്റിക്കലി സപ്പോർട്ട് കിട്ടിയിരുന്നു. കാരണം പിന്നീട് താർത്താരികളെ എതിർത്ത് നിൽക്കുന്ന ഈ ഹെലൂഗെ ഖാനായിട്ടൊക്കെ യുദ്ധം ചെയ്യുന്നതൊക്കെ ഈ ബർക്കെ ഖാൻ്റെ ഒരു ലെറ്ററിനെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട്. അദ്ദേഹം ഹെലൂഗെ ഖാൻ എഴുതിയെ, അഥവാ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ മുഴുവൻ നീ കീഴടക്കി, അദ്ദേഹത്തിൻ്റെ കസിനാണ്, മുഴുവൻ കീഴടക്കി, ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നീ അന്യായമായി രക്തം ചൊരിഞ്ഞു, അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ പേരിൽ, ദൈവത്തിൻ്റെ പേരിൽ ഈ നിഷ്കളങ്കമായ ചോരക്കൊക്കെ പകരം നിന്നോട് ഞാൻ പകരം ചോദിക്കും എന്ന് പറഞ്ഞൊരു കത്തൊക്കെ എഴുതുന്നുണ്ട്. അപ്പം അത്രമേൽ ഇദ്ദേഹം പ്രതിരോധിച്ച് നിന്നിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ മംലൂക്ക് സുൽത്താനേറ്റിന്, രാജവംശത്തിന് ഇതൊക്കെ വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് മാറുകയാണ്. ഇവരുടെ ഏറ്റവും വലിയൊരു ശക്തി എന്തായിരുന്നു വെച്ചാൽ, മംലൂക്ക് സുൽത്താനേറ്റിനെ പിടിച്ചു നിർത്തിയ ഏറ്റവും വലിയൊരു ശക്തി അവരുടെ ഇക്കണോമിക് ട്രേഡിലുള്ള അവരുടെ ഒരു പൊസിഷനിങ് ആയിരുന്നു. കാരണം ഈസ്റ്റിനും വെസ്റ്റിനും ഇടയിൽ കച്ചവടം നടക്കണമെങ്കിൽ ഈ മംലൂക്ക് സാമ്രാജ്യത്തിലൂടെ ചരക്കുകൾ നീങ്ങണം എന്നുള്ളതായിരുന്നു. കാരണം അങ്ങനെ അല്ലാതെ പോകാൻ കഴിയില്ല. അതല്ലാതെ ഒരു സീ റൂട്ട് വേറെ എന്തില്ല, ഒരു ട്രേഡ് റൂട്ട് വേറെ യൂറോപ്പിലേക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർക്ക് കിട്ടിയിരുന്ന അന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള പിന്നെ ഉൽപ്പന്നം എന്നുള്ളത് സ്പൈസസ് ആണ്. ഈ സ്പൈസസ് വരുന്നത് മലബാറിൽ നിന്നാണ്. മലബാറിൽ നിന്നുള്ള സ്പൈസ് ട്രേഡ് ആയിരുന്നു ഈ മംലൂക്ക് ഡൈനാസ്റ്റിയുടെ ഏറ്റവും വലിയ ഇക്കണോമിക് പവർ എന്നുള്ളത്. ഈ ഇക്കണോമിക് പവറിലാണ് ശരിക്കും സത്യത്തിൽ അവരെന്ത് ചെയ്യുന്നത്, ആ സാമ്രാജ്യം അവിടെ പിടിച്ചു നിർത്തുന്നുള്ളത്. അത് ഏകദേശം 2-2.5 നൂറ്റാണ്ടുകളോളം അത് അവരങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് മനസ്സിലാക്കിക്കൊണ്ട് പിന്നീട് ഇവരെ കുരിശുയുദ്ധ പോരാളിയുടെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ അവരുടെ പ്രോമിസ്ഡ് ലാൻഡ്, വാഗ്ദത്ത ഭൂമി തിരിച്ചു പിടിക്കണം, ജെറുസലേം തിരിച്ചു പിടിക്കുക എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുവേണ്ടി അവർ നിരന്തരം കുരിശുയുദ്ധം നടത്തുന്നതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളൊരു 13-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും 14-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലുമായിട്ട് പിന്നീട് നമ്മൾ കാണുന്ന ഒരു റീകവറി ട്രീറ്റീസ്, അഥവാ ഇത് തിരിച്ചു പിടിക്കാനുള്ള ഒരുപാട് സാഹിത്യങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ അതിൽ ഏറ്റവും ഒരു 10-30 വളരെ പ്രധാനപ്പെട്ട ഒരു 10-30 ട്രീറ്റീസ് ആ സമയത്ത് വന്നു. ഈ ട്രീറ്റീസ് എന്ന് വെച്ചാൽ എങ്ങനെ നമുക്ക് ജെറുസലേം പിടിച്ചെടുക്കാം. കാരണം ജെറുസലേം ആരുടെ കീഴിലാണ്? മുസ്ലിം ഖലീഫൻ്റെ കീഴിലാണ്, അല്ലെങ്കിൽ മുസ്ലിം സുൽത്താൻ്റെ കീഴിലാണ്. ഖലീഫ എന്നും ഒരു അബ്ബാസിയ ഖിലാഫത്ത് എന്നുള്ള പേരിൽ തന്നെ അതിൻ്റെ കീഴിലാണ് മംലൂക്ക് സുൽത്താനായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ സുൽത്താൻ്റെ സാമ്രാജ്യത്തിൽ ആണ് എന്തുള്ളത്, ജെറുസലേം ഉള്ളത്. അവിടെ നമുക്ക് പിന്നെ ക്രിസ്ത്യാനികൾക്ക് പിന്നെ പിൽഗ്രിമിന് പോകണമെങ്കിൽ, തീർത്ഥാടനത്തിന് പോകണമെങ്കിലെല്ലാം ഈ സുൽത്താൻ നിശ്ചയിച്ചിട്ടുള്ള നിയമങ്ങൾ അനുസരിച്ച് കൊണ്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പോകാൻ പറ്റുള്ളൂ. അവരുടെ ലാൻഡിലൂടെ പോകാൻ പറ്റുള്ളൂ. നമുക്ക് കച്ചവടം ചെയ്യണമെങ്കിൽ അവരുടെ നിയമങ്ങൾ അനുസരിച്ച് അവരുടെ ലാൻഡിലൂടെ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന്
മറികടക്കാൻ എന്താണ് മാർഗം എന്ന് വളരെ വിശദമായി എഴുതിയിട്ട് പോപ്പിന് കൊടുത്തിട്ട് ഇത് നടപ്പിലാക്കാൻ പറയുന്നതാണ് ഈ ട്രീറ്റീസ് ഓഫ് റീകവറി എന്നുള്ളത്. അങ്ങനെ ഇറങ്ങിയ 10-30 ഒന്ന് മാത്രം വളരെ പ്രത്യേകത ഉള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റാണ്. ഞാനത് കാണിക്കാനും ജസ്റ്റ് ഇങ്ങോട്ട് കൊടുക്കുന്നത്. ഇതാണ് അന്ന്. പിന്നെ ഇത് ഏകദേശം 1300-നും 1323-നും ഇടയിൽ എഴുതപ്പെട്ട ഒന്നാണ്. ഇത് എഴുതിയ ആളെ പേര് മറീനോ സാനഡോ ടോർസെല്ലോ എന്നാണ്. മറീനോ സാനഡോ ഇദ്ദേഹം ഒരു വെനീഷ്യക്കാരനാണ്. ഈ വെനീസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അന്ന് ഇറ്റലി, കിങ്ഡം ഓഫ് ഇറ്റലി അന്ന് വന്നിട്ടില്ല. വെനീസാണ് അന്ന് പ്രധാനപ്പെട്ട സ്ഥലം. വെനീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മംലൂക്കുകളുടെ അടുത്തേക്ക് എത്തുന്ന സ്പൈസസ് മലബാറിൽ നിന്നാണ് എത്തുന്നത്. അന്ന് ഏറ്റവും വിലപിടിപ്പുള്ള സാധനം. കാരണം ഇത് ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, അത് മെഡിസിനായിട്ട് ഉപയോഗിക്കും, ഗിഫ്റ്റ് കൊടുക്കാൻ ഉപയോഗിക്കും, പെർഫ്യൂമിന് വേണ്ടി ഉപയോഗിക്കും. കാരണം അന്ന് ഏറ്റവും വിലയുള്ള സാധനമാണ് ഈ സ്പൈസസ് എന്നുള്ളത്. ഈ സ്പൈസസ് വരുന്നത് മലബാറിൽ നിന്നാണ് നമുക്കറിയാം. മലബാറിൽ നിന്ന് പല രൂപത്തിൽ ഇതിൻ്റെ കച്ചവടം നടക്കും. മലബാറിൽ നിന്ന് മാപ്പിളമാരായ കച്ചവടക്കാർ കപ്പലിൽ കൊണ്ടുപോയി യമനിലെത്തിക്കും, ജിദ്ദയിലെത്തിക്കും, ഏദനിലെത്തിക്കും. അവിടുന്ന് ഇവർ വാങ്ങും. അതല്ലെങ്കിൽ അവിടുന്ന് മംലൂക്കുകളുടെ നാട്ടിൽ നിന്ന് മുസ്ലിം കച്ചവടക്കാർ ഇവിടെ വന്ന് സാധനങ്ങൾ കൊണ്ടുപോകും. പിന്നെ അവിടെ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ കെയ്റോയിൽ വെച്ചിട്ട് അവിടുത്തെ പോർട്ടിൽ നിന്നാണ് പിന്നീട് വെസ്റ്റിലേക്ക് സാധനം പോകുന്നത്. യൂറോപ്യൻസിന് സാധനങ്ങൾ കിട്ടുന്നത്. അത് കച്ചവടം ചെയ്യുന്നത് വെനീസുകാരാണ്. പിന്നെ ഇവിടെ ഈജിപ്തിൽ വന്നിട്ട് ഈ സാധനങ്ങൾ വാങ്ങിയിട്ട് പിന്നീട് യൂറോപ്പിലേക്ക് കച്ചവടം ചെയ്യാം. അപ്പോൾ വെനീസിന് ഈ മംലൂക്കിലെ ഈ ട്രേഡേഴ്സായിട്ട് ഭയങ്കര ബന്ധമുണ്ട് ട്രേഡിൽ. കാരണം ഇത് ഭയങ്കര പ്രോഫിറ്റുള്ള സാധനമാണ്. സ്പൈസസ് ട്രേഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രോഫിറ്റാണ്. കാരണം ഈ സാമ്രാജ്യത്തിലൂടെ മംലൂക്ക് സാമ്രാജ്യത്തിൽ കടന്നു പോകുന്ന ഓരോ പോർട്ടിനും അതിൻ്റെ ചുങ്കം എല്ലാം സർക്കാരിലേക്ക് ഈ ഇതിലേക്കാണ് കിട്ടുന്നത്, ഖജനാവിലേക്കാണ് കിട്ടുന്നത്. മാത്രമല്ല അതിൻ്റെ പ്രോഫിറ്റ് വേറെയും കിട്ടും. അപ്പോൾ ഇതൊരു ഹബ്ബായി മാറുകയാണ്. ഒരു ഇൻ്റർനാഷണൽ ട്രേഡ് എക്സ്ചേഞ്ച് നടക്കുന്ന ഒരു ഹബ്ബായിട്ട് ഈജിപ്ത് മാറുകയാണ്. അതിൻ്റെ മുഴുവൻ പ്രോഫിറ്റും ആ പ്രോഫിറ്റാണ് സത്യത്തിൽ ഈ സുൽത്താനേറ്റിനെ ഇക്കണോമിക് പവറായിട്ട്, ഒരു പൊളിറ്റിക്കൽ പവറായിട്ട് ലോകത്ത് നിലനിർത്തുന്നത്. അപ്പോൾ അത് ഈ പോപ്പിന് ഈ റീകവറി ട്രീറ്റീസൊക്കെ കൊടുക്കുമ്പോഴും അതിൽ ഈ ഒരു ഇക്കണോമിക് ബ്ലോക്കേഡിനെ കുറിച്ച് വളരെ വിശദമായിട്ട് പറയുന്നത് ഇതിൽ മാത്രമാണ്. കാരണം ഇതിൽ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം വെനീസുകാരനായതുകൊണ്ട് തന്നെ ഇവരായിട്ട് നടത്തുന്ന കച്ചവടങ്ങളെക്കുറിച്ചെല്ലാം ഇദ്ദേഹത്തിന് നന്നായി അറിയാം. പിന്നെ ഇദ്ദേഹത്തിൻ്റെ സമകാലികനാണ് മാർക്കോ പോളോ. പക്ഷെ മാർക്കോ പോളോ നമുക്കറിയാം ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ മാർക്കോ പോളോനെ ഇദ്ദേഹം ഉദ്ധരിക്കുന്നേ ഇല്ല. ഇദ്ദേഹത്തിൻ്റെ സമകാലികനായിട്ടുണ്ടായിരുന്ന ആളാണെങ്കിലും ഇദ്ദേഹം മറ്റൊരുപാട് സോഴ്സുകൾ ഉദ്ധരിക്കുന്നുണ്ട്. ഇദ്ദേഹം ഇതിൽ കൃത്യമായിട്ട് ഇത് പോപ്പിന് കൊടുക്കുന്ന സമയത്ത് പിന്നെ ഇദ്ദേഹം ഡയറക്റ്റ് തന്നെ കൊണ്ടു കൊടുക്കുകയാണ്. ഇത് 3 പാർട്ടായിട്ടാണ് എഴുതുന്നത്. ഈ പുസ്തകം 3 പാർട്ടായിട്ട് എഴുതിയിട്ട് ഇദ്ദേഹം തന്നെ ഡയറക്റ്റ് കൊണ്ടു കൊടുത്തിട്ട് ഇതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നൊക്കെ ഉണ്ട്. ഒരു ക്രിസ്ത്യൻ പിന്നെ കുരിശുയുദ്ധത്തിൽ പങ്കെടുക്കുന്ന അല്ലെങ്കിൽ കുരിശുയുദ്ധ പടയാളികളെല്ലാം നമുക്കറിയാം അങ്ങേയറ്റത്തെ ഒരു തീവ്രവാദികളായ ക്രിസ്ത്യാനികളാണ്. നമ്മളെ മലബാറിലൊന്നും അന്നുണ്ടായിരുന്ന പിന്നെ തോമാസ് ലീഹ പിന്നെ അദ്ദേഹത്തിലൊക്കെ വിശ്വസിക്കുന്ന ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ ഒരു സുറിയാനി ക്രിസ്ത്യാനികളുടെ ഒരു ടൈപ്പല്ല ഇവർ. അപ്പോൾ ഇത് നമുക്കിങ്ങനെ നോക്കിയാൽ ഇതിൽ മനസ്സിലാവും. അപ്പോൾ ഇത് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം പോപ്പിനോട് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം ഭയങ്കര ക്രിസ്തുവിൻ്റെ നാമത്തിലാണ് അത് എഴുതുന്നതെന്നും അതിന് വേണ്ടിയാണത് ചെയ്യണമെന്നൊക്കെ അതിൽ എഴുതുന്ന നമുക്ക് കാണാം. അപ്പോൾ ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ഒന്നാമതായിട്ട് പറയുന്നതിന് എന്താണെന്ന് വെച്ചാൽ പിന്നെ എങ്ങനെ ജെറുസലേം കീഴടക്കണം എന്നുള്ളതിൻ്റെ മുമ്പൊക്കെ ഇദ്ദേഹം പോപ്പിനെ ധരിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ മംലൂക്ക് സുൽത്താൻ്റെ ഏറ്റവും വലിയ പവർ എന്നുള്ളത് ഇക്കണോമിക് പവറാണ്. ആ ഇക്കണോമിക് പവർ അവർക്ക് കിട്ടുന്നത് സ്പൈസസിൽ നിന്നാണ്. ആ സ്പൈസസ് വരുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇന്ത്യയിൽ അത് മലബാറിൽ നിന്നാണ് വരുന്നത് എന്ന് പറയുന്ന ട്രീറ്റീസിൽ ആകെ ഒരു ട്രീറ്റീസ് ഇതാണ്. അപ്പോൾ ഇദ്ദേഹം പറയുകയാണ് മലബാറും പിന്നെ അവിടെ ക്യാമ്പേ എന്ന് പറഞ്ഞ ഗുജറാത്ത് ബേസ് ചെയ്തിട്ടുള്ള ഒരു പോർട്ടും ഉണ്ട്. പ്രധാനമായിട്ടും മലബാറാണ്. അപ്പോൾ ആ പോർട്ടിൽ നിന്ന് വരുന്ന സ്പൈസസിനെ തടയാൻ കഴിഞ്ഞാൽ നമുക്ക് സുൽത്താനെ ഇക്കണോമിക്കലി വീക്കാക്കാൻ പറ്റുള്ളൂ. ഇക്കണോമിക്കലി സാമ്രാജ്യം മംലൂക്ക് സുൽത്താനായിട്ട് വീക്കായാൽ നമുക്ക് അവരെ ആക്രമിക്കാൻ വളരെ സുഖമാണ്. അതായത് ഇത് കൊടുക്കുന്നത് 1323 1300 തുടക്കത്തിലാണ് ഇത് എഴുതുന്നത്. അതും കഴിഞ്ഞ് ഏകദേശം 2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് പിന്നെ ഈ സീ റൂട്ട്, ഒരു മാരിടൈം റൂട്ട് തേടിയിട്ട് പോർച്ചുഗീസുകാർ എത്തുന്നത്. അപ്പോൾ ആ സമയത്ത് പക്ഷേ ഇദ്ദേഹം ഇതിൽ സജസ്റ്റ് ചെയ്യുന്ന റൂട്ട് എന്ന് പറഞ്ഞാൽ ഒരു സമുദ്രപാത എന്നുള്ളതൊന്നും ഇദ്ദേഹത്തിന് അന്ന് പക്ഷേ അതൊന്നും ഇതിൽ പറയുന്നില്ല. പക്ഷെ ഇദ്ദേഹം പറയുന്നത് സുൽത്താൻ്റെ സാമ്രാജ്യത്തിലൂടെ അല്ലാതെ നമ്മളൊരു പേർഷ്യയിലൂടെ വന്ന് അർമേനിയയിലൂടെ കടന്ന് അങ്ങനെ അതിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം. എന്തായിരുന്നാലും ഡയറക്റ്റ് സ്പൈസസ് ഇന്ത്യയിൽ നിന്നുള്ള ട്രേഡ്
പിന്നെ ഈജിപ്തിലേക്ക് എത്തുന്നത് ഡിസ്ട്രപ്റ്റ് ചെയ്യണം, അതിനെ ഡീറൂട്ട് ചെയ്യണം, എന്നിട്ട് അത് നമ്മളുടെ അടുത്തേക്ക് എത്തിയാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവർ ഇക്കണോമിക്കലി വീക്കാക്കാൻ പറ്റുള്ളൂ എന്ന് ഇദ്ദേഹം പറയുന്നുണ്ട്. പക്ഷേ ഇത് കൊടുത്തു കഴിഞ്ഞ് പിന്നീട് അദ്ദേഹം മരണപ്പെടുന്നു. പിന്നീട് പല നിലക്കുള്ള ട്രീറ്റീസ് അവിടെ വരുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് സത്യത്തിൽ അവർ ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇപ്പോൾ 15-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലൊക്കെ ഏജ് ഓഫ് ഡിസ്കവറി എന്ന് പറഞ്ഞിട്ട് വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏജ് ഓഫ് ഡിസ്കവറി എന്ന് വെച്ചാൽ പരമാവധി ലാൻഡുകൾ കണ്ടെത്തുക. അന്നത്തെ ഏറ്റവും വലിയ യൂറോപ്പിലെ സൂപ്പർ പവർ എന്ന് വെച്ചാൽ പോർച്ചുഗീസും സ്പെയിനുമാണ്. ഈ പോർച്ചുഗീസിനും സ്പെയിനും എല്ലാം ഈ അധികാരങ്ങൾ കൊടുക്കുന്നത് ആരാണ്? മാർപ്പാപ്പയാണ്. അന്നത്തെ പോപ്പാണ് അന്നത്തെ വേൾഡിലെ ഏറ്റവും വലിയ പവറുള്ള എല്ലാം തീരുമാനിക്കുന്ന ഒരാൾ. അപ്പോൾ ആ പോപ്പ് ഇവർക്ക് കൊടുക്കുന്ന ചില അധികാരങ്ങളുണ്ട്. പാപ്പൽ ബുൾസ് എന്നാണ് പറയുക, പോപ്പ് കൊടുക്കുന്ന ഒരു ബുൾസ്. അപ്പോൾ അതെല്ലാം ഇവർക്ക് കൊടുക്കുകയും അതിലൊക്കെ ഇപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ചിലതുണ്ട്. ഡം ഡൈവേഴ്സ് എന്ന് പറയും, അതേപോലെ റൊമാനസ് പോണ്ടിഫ്ലക്സ്, ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പോൾ ഇതിൽ ഈ എല്ലാ പാപ്പൽ ബുൾസിൻ്റെ ഒരു ആകെത്തുക എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ ഒരു സമ്മറി എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പറ്റുന്ന പരമാവധി ലാൻഡുകൾ എന്ത് ചെയ്യുക, കീഴടക്കുക. അതായത് കപ്പലെടുത്ത് പോകുക, എവിടെയാണ് എത്തുന്നത് അവിടെ എത്തിയിട്ട് ആ ലാൻഡ് കീഴടക്കുക. അവിടെയുള്ള ആളുകളെ നിങ്ങൾക്ക് അടിമകളാക്കാം. അവിടെ മുസ്ലിങ്ങളുണ്ടെങ്കിൽ അവരെ നിങ്ങൾ കൊന്നൊടുക്കണം. പറ്റുന്നവരൊക്കെ ക്രിസ്ത്യൻ ഫെയ്ത്തിലേക്ക് എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം. പിന്നെ നിങ്ങൾക്ക് അവിടുത്തെ അധികാരം എന്ത് ചെയ്യാം, എടുക്കാം. അവിടുത്തെ വിഭവങ്ങൾ നിങ്ങൾക്ക് എടുക്കാം. ഈ അധികാരം ഇവർക്ക് കൊടുക്കുകയാണ് ഈ പോർച്ചുഗലിൽ നിന്നും. അതിലിപ്പോൾ റൊമാനസ് പോണ്ടിഫ്ലക്സ് എന്നുള്ളതിൽ നമുക്ക് കാണാം, നിങ്ങൾ പരമാവധി സദേൺ പാർട്ടിലേക്കും ഈസ്റ്റേൺ പാർട്ടിലേക്കും പോകണം. കാരണം ഈസ്റ്റ് ഇന്ത്യ കണ്ടുപിടിക്കുക എന്നത് അവരുടെ ഏറ്റവും വലിയൊരു ലക്ഷ്യമാണ്. അപ്പോൾ അതിൽ എന്നിട്ട് എന്ത് ചെയ്യണം, ഇന്ത്യയിൽ ചിലപ്പോൾ ക്രിസ്ത്യൻ യേശുവിനെ ആരാധിക്കുന്ന ക്രിസ്ത്യൻസ് ഉണ്ടാവും. അവിടെ എത്തിയാൽ നിങ്ങൾക്ക് അവരെ സഹായിക്കാൻ പറ്റും. അവിടുത്തെ മുസ്ലിങ്ങൾക്കെതിരെ നിങ്ങൾക്ക് അവിടുത്തെ ക്രിസ്ത്യാനികളെ സഹായിക്കാൻ പറ്റും എന്നൊക്കെ ഈ പാപ്പൽ ബുൾസിൽ പറയുന്നതാണ്. അപ്പോൾ ഇങ്ങനെ പാപ്പൽ ബുൾസ് ഈ ഏജ് ഓഫ് ഡിസ്കവറിൻ്റെ കാലത്ത് ഒരുപാട് ഇറങ്ങുന്നു. ആളുകൾ കപ്പലെടുത്ത് ഒരുപാട് ഇറങ്ങി പോകുന്നത് നമുക്ക് കാണാം. പല എക്സ്പെഡിഷൻസ് നടക്കുന്നുണ്ട്. ക്രിസ്റ്റഫർ കൊളംബസ് സ്പെയിനിൽ നിന്ന് പോയി അമേരിക്ക എത്തുന്നത് നമുക്കറിയാം. അമേരിക്കയിലേക്ക് എത്തുന്നത് പ്രിൻസ് ഹെൻറി എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ രാജാവിൻ്റെ മകൻ ഹെൻറി ദ നാവിഗേറ്റർ എന്നാണ് പൊതുവെ അദ്ദേഹത്തെ പറയാറ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെയൊക്കെ എക്സ്പെഡിഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഈ ഭാഗത്തൊക്കെ ഒരുപാട് നടക്കുന്നത്. 1488 തോന്നുന്നത് ബർത്തലോമ ഡയസ് അതൊക്കെ ശരിക്കും ഇന്ത്യ കണ്ടെത്താൻ വേണ്ടി, അഥവാ മലബാർ എന്നുള്ള പോർട്ട് ഇവർക്ക് കണ്ടെത്തണം. അവിടുന്ന് സ്പൈസസിൻ്റെ റൂട്ട് എന്ത് ചെയ്യണം, അത് ഡിസ്ട്രപ്റ്റ് ചെയ്യണം. അങ്ങനെ സുൽത്താൻ്റെ ഒരു ഇക്കണോമിക് പവറിനെ വീക്കാക്കണം എന്നുള്ളൊരിതിൽ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇത് മുഴുവൻ നടക്കുന്നത് 15-ാം നൂറ്റാണ്ടിൽ മുഴുവനായിട്ട് നമ്മളിങ്ങനെ കാണുകയാണ്. അപ്പോൾ ബർത്തലോമ ഡയസ് ആഫ്രിക്കൻ മുനമ്പ് ചുറ്റി ഈസ്റ്റിലേക്ക് ഇങ്ങനെ പോകുന്ന വഴിയിലാണ് അവിടെ ആഫ്രിക്കൻ മുനമ്പിൽ ഭയങ്കരമായ ചുഴലിക്കാറ്റുണ്ടാവുന്നതും അദ്ദേഹത്തിന് പോകാൻ കഴിയാതെ തിരിച്ചു പോരുന്നത്. അദ്ദേഹം അന്ന് അതിനിട്ട പേര് കേപ്പ് ഓഫ് സ്റ്റോം എന്നാണ്, ചുഴലിക്കാറ്റിൻ്റെ മുനമ്പ് എന്നാണ്. പിന്നീടാണ് ഏകദേശം ഒരു 10 വർഷത്തിന് ശേഷം അതിൻ്റെ പേര് പിന്നീട് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്, ശുഭപ്രതീക്ഷയുടെ മുനമ്പായും. ആ ശുഭപ്രതീക്ഷ എന്തായിരുന്നു, ആ മുനമ്പ് ചുറ്റിയാൽ അവർക്ക് മലബാറിൽ എത്താം എന്നുള്ളതായിരുന്നു. ആ ആഫ്രിക്കൻ മുനമ്പിൻ്റെ പേര് സ്റ്റോമിൽ നിന്നൊരു ഗുഡ് ഹോപ്പായി മാറിയത്. അതിൽ 1487 ബർത്തലോമ ഡയസ് പോരുന്ന ആ സമയത്ത് തന്നെ 2 ഡിപ്ലോമാറ്റ്സിനെ പോർച്ചുഗലിൽ നിന്ന് അയക്കുന്നുണ്ട്. 2 ഡിപ്ലോമാറ്റ്സ് അവർ ഈ കരമാർഗം ഈ പേർഷ്യ വഴിയെല്ലാം ഇങ്ങനെ ഇന്ത്യയിലേക്ക് എത്തുകയും അവർ കോഴിക്കോട് സാമൂതിരിയുടെ നാട്ടിലെത്തുകയും പിന്നീട് കണ്ണൂർ പോവുകയും ഇവിടെ കുറച്ചു കാലം ചെലവഴിക്കുകയും തിരിച്ചു പോയി ഈ വിവരം ലിസ്ബണിൽ വേറൊരു ഡിപ്ലോമാറ്റ്സ് വഴി ലിസ്ബണിലേക്ക് എത്തിക്കുകയും ചെയ്തതായിട്ടെല്ലാം നമുക്ക് പല പുസ്തകത്തിലും കാണാൻ കഴിയും. പെഡ്രോ ഡി കൊവിൽഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഒരു പോർച്ചുഗീസ് ഡിപ്ലോമാറ്റാണ്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണ് പിന്നീട് ഒരു കൃത്യമായ റൂട്ടോടുകൂടി സത്യത്തിൽ വാസ്കോ ഡി ഗാമയെല്ലാം 1498 ഇവിടെ കേരളത്തിലേക്ക് എത്തിയതിന് ശേഷമുള്ള സംഭവം എന്താണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ തൗഫത്തുൽ മുജാഹിദീനിലൊക്കെ നമ്മൾ വായിച്ചതാണ്. എന്താണോ പാപ്പൽ ബുൾസിൽ അന്ന് പോപ്പൊക്കെ ഇവരോട് പറഞ്ഞത്, സത്യത്തിൽ അത് തന്നെയാണ് അവരിവിടെ ചെയ്തു കൂട്ടുന്നത്. അപ്പോൾ ആ സമയത്തും ചില സംഗതികൾ എന്താണെന്ന് വെച്ചാൽ, ഇത്ര വലിയൊരു ആക്രമണമൊന്നും ചിലപ്പോൾ മലബാറിൽ നിന്നൊരു പക്ഷേ പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ഇത്രയും ദീർഘമായ ഒരു പ്ലാന്, സ്പൈസസ് റൂട്ട് പിടിച്ചെടുക്കാനുള്ള ഒരു ദീർഘമായ പ്ലാനിനെ കുറിച്ചൊന്നും സ്വാഭാവികമായിട്ടും മലബാറിലെ ഒരു രാജാവ് എന്നുള്ള നിലക്കോ കച്ചവടക്കാരെന്നുള്ളക്കോ ഇവിടുത്തെ സാമൂതിരിക്കോ മുസ്ലിങ്ങൾക്കൊന്നും അറിയുണ്ടാവില്ല. കാരണം അതിനെ പ്രതിരോധിക്കാനുള്ള പ്രത്യേകിച്ചുള്ള മാർഗ്ഗങ്ങളൊന്നും ഇവിടെ ചെയ്ത് കണ്ടിട്ടില്ല. അതേപോലെ തന്നെ മംലൂക്ക് സുൽത്താനും ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണകൾ കിട്ടിയിട്ടുണ്ടാകാൻ സാധ്യതയില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. കാരണം
അങ്ങനെ അതിനെ പ്രതിരോധിക്കാനുള്ളതൊന്നും അവിടെ നിന്ന് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ സമയത്ത് നമുക്കറിയാം പിന്നെ പോർച്ചുഗീസുകാർ മലബാറിൽ വന്നു, അവരുടെ പിന്നെ സ്പൈസസ് അവർ ഡയറക്റ്റ് കൊണ്ടുപോകാൻ തുടങ്ങി. ഫസ്റ്റ് പിന്നെ ട്രേഡിൽ തന്നെ ഏകദേശം 60 ഇരട്ടിയോളം ലാഭമാണ് അവർക്ക് കിട്ടുന്നത്. സാധാരണ അവർ ഈജിപ്തിൽ നിന്ന് വെനീസ് വഴി വാങ്ങുന്ന സ്പൈസിനേക്കാളും ഡയറക്റ്റ് കൊണ്ടുപോകുമ്പോൾ ഏകദേശം 60 ഇരട്ടി ലാഭമാണ് അവർക്ക് കിട്ടുന്നത്. ഇവർ ഡയറക്റ്റ് സ്പൈസസ് കൊണ്ടുപോകുമ്പോൾ ഈ 60 ഇരട്ടി ലാഭം എന്ന് പറയുന്നത് അതിൻ്റെ നഷ്ടം ഫുൾ ആർക്കാണ്? ഈജിപ്തിലാണ്, മുസ്ലിം കച്ചവടക്കാർക്കാണ്, വെനീസിലെ കച്ചവടക്കാർക്കാണ്. ഇവർക്കെല്ലാം ഇതിൻ്റെ നഷ്ടം. കാരണം പിന്നീട് ഈ റൂട്ട് കണ്ടെത്തിയോടുകൂടി ഇതെല്ലാം ഡയറക്റ്റ് പോകും. അപ്പോൾ ഇവരുടെ അക്രമങ്ങൾ തുടർന്നപ്പോൾ ആ സമയത്താണ് 1502 തോന്നുന്നു മെറിയം എന്നുള്ളൊരു കപ്പൽ, നമ്മൾ പിന്നെ പല പ്രസംഗത്തിലും പിന്നെ ചരിത്ര പുസ്തകങ്ങളൊക്കെ കാണാം, ഒരു കപ്പൽ ഒന്നാകെ ഇന്ത്യൻ സമുദ്രത്തിലിട്ട് കത്തിക്കണത്. വാസ്കോഡി ഗാമ അതിൽ ഹജ്ജിന് പോകുന്ന ആൾക്കാരുണ്ടായിരുന്നു, അതിലുള്ള ചരക്കുകൾ നീക്കിയിട്ട് ആ കപ്പൽ കത്തിക്കുകയാണ്. അപ്പോൾ ഈ കപ്പൽ കത്തിച്ച സംഭവം കഴിഞ്ഞപ്പോൾ ഏകദേശം 1505 ആകുമ്പോൾ പിന്നെ മലബാറിൽ നിന്ന് ചില കച്ചവടക്കാരും സാമൂതിരി അയക്കുന്ന ഒരു ഡിപ്ലോമാറ്റും മംലൂക്ക് സുൽത്താനെ പോയി കാണുന്നുണ്ട്. അവർ സുൽത്താനെ പോയി കണ്ടിട്ട്, അന്ന് സുൽത്താൻ അവസാനത്തെ സുൽത്താനാണ്, കാനൂഷൽ ഗൗരി എന്ന പേര്. അപ്പോൾ സുൽത്താനെ കണ്ടിട്ട് ഇവർ പറയാണ്, പിന്നെ പോർച്ചുഗീസുകാർ ഇവിടെ ഇന്ത്യൻ പിന്നെ ഓഷ്യനിൽ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ ഇടപെടണം, നിങ്ങൾ ഇടപെട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അതിൽ ചില കച്ചവടക്കാർ ഞങ്ങൾക്ക് ഇത്ര പിന്നെ 30,000 ഡ്യൂക്കാറ്റ്സ് നഷ്ടമുണ്ടായി, 20,000 ഡ്യൂക്കാറ്റ്സ് ഞങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടപരിഹാരമായിട്ട് വാങ്ങി, അപ്പോൾ ഇങ്ങനെയുള്ള ഒരു അനീതിയാണ് തുടർന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം പിന്നെ അന്ന് മംലൂക്ക് സുൽത്താൻ്റെ കീഴിലാണ് ജിദ്ദയിൽ ഉള്ള ഗവർണർ അമീർ ഹുസൈൻ അൽ കുർദി എന്നയാളുടെ പേര്, അന്നത്തെ അവിടുത്തെ പിന്നെ ഒരു ഗവർണറാണ് ഈ മംലൂക്കിൻ്റെ കീഴിലുള്ള. അപ്പോൾ ഇദ്ദേഹവുമായി സംസാരിച്ചിട്ട് പോർച്ചുഗീസുകാരുമായൊരു യുദ്ധത്തിനൊരു കപ്പൽ അയക്കുകയാണ്. അങ്ങനെ ഇവർ പിന്നെ ഒട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഒരു ഹെൽപ്പും കൂടി വാങ്ങുന്നുണ്ട്. അങ്ങനെ വാങ്ങിയിട്ട് ഇവരെല്ലാവരും കൂടി വന്ന് 1508 തോന്നുന്നു ഫസ്റ്റ് ഒരു യുദ്ധം നടക്കുന്നത് സമുദ്രത്തിൽ വെച്ചിട്ട്. ആ യുദ്ധത്തിൽ ബാറ്റിൽ ഓഫ് ഷൗൾ എന്ന പേര്, ഷൗൾ യുദ്ധം. ആ ഷൗൾ യുദ്ധത്തിൽ പിന്നെ അന്നത്തെ ആദ്യത്തെ ഇന്ത്യൻ പോർച്ചുഗീസ് വൈസ്രോയിൻ്റെ മകൻ, അദ്ദേഹമായിരുന്നു അവൻ്റെ പിന്നെ ക്യാപ്റ്റൻ, യുദ്ധത്തിൻ്റെ ക്യാപ്റ്റൻ, ചീഫ് കമാൻഡർ. അദ്ദേഹം കൊല്ലപ്പെട്ടിട്ട് ആ ഇതിൽ നമ്മൾ വിജയിക്കുകയാണ്. ആ വിജയം അന്ന് കൈറോയിലെല്ലാം ഭയങ്കര ആഘോഷമായിരുന്നു എന്നും അതിലുണ്ടായ ഏറ്റവും വലിയ നഷ്ടം സാമൂതിരിയുടെ ഡിപ്ലോമാറ്റായ മായിമാമൻ മരക്കാർ, അദ്ദേഹം ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷേ മുസ്ലിങ്ങളെ സംബന്ധിച്ചും പിന്നെ ഇന്ത്യയെ സംബന്ധിച്ചും മംലൂക്ക് സുൽത്താനെ സംബന്ധിച്ചും അത് വലിയൊരു വിജയമായിരുന്നു. പക്ഷെ തൊട്ടടുത്ത വർഷം തന്നെ പിന്നീട് അവർ തിരിച്ചടിക്കുന്നുണ്ട്. ആ തിരിച്ചടിച്ചതിന് ശേഷം പിന്നീട് വീണ്ടും ഡിപ്ലോമാറ്റ്സ് പോയിട്ട് പിന്നെ ഈ കാനൂഷൽ ഗൗരി ഈജിപ്തിൽ സുൽത്താൻ്റെ അടുത്ത് മുസ്ലിം ഖലീഫ എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, കാരണം അബ്ബാസിയ ഖിലാഫത്തുണ്ട്, മുസ്ലിം സുൽത്താൻ്റെ അടുത്ത് പോയിട്ട് വീണ്ടും പറയുന്നുണ്ട്, അവിടെ വീണ്ടും പ്രശ്നമാണ്. അപ്പോൾ ഈ ആദ്യം ഡിപ്ലോമാറ്റ് പോയപ്പോൾ ഇദ്ദേഹം ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ കാനൂഷൽ ഗൗരി അവിടെ ഫലസ്തീനിലെ ഏറ്റവും പഴയ ഒരു ചർച്ചുണ്ട്, ഒരു ക്രിസ്ത്യൻ ചർച്ച്, ഇന്ന് അത് ജെറുസലാം ഏരിയയിലാണ് വരിക. ആ ചർച്ചിലെ 2 ക്രിസ്ത്യൻ പിന്നെ ഇവരെ വിളിച്ചിട്ട്, മങ്സിനെ വിളിച്ചിട്ട് അവരെ ഒരു പ്രതിനിധി ആയിക്കൊണ്ട് പോപ്പിൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം കൊടുക്കുന്ന വിവരം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ പോർച്ചുഗീസുകാർ പിന്നെ ഇന്ത്യൻ സമുദ്രത്തിൽ വന്നിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഞങ്ങളുടെ കച്ചവടങ്ങൾക്ക് വലിയ പിന്നെ ഡാമേജ് ഉണ്ടാക്കുന്നുണ്ട്, അത് അവരെ നിങ്ങൾ തടഞ്ഞില്ലെങ്കിൽ എൻ്റെ സാമ്രാജ്യത്തിന് കീഴിലുള്ള ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രങ്ങൾക്കെല്ലാം പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ സംഭവിക്കും. നിങ്ങളുടെ പിന്നെ തീർത്ഥാടകർക്ക്, യൂറോപ്പിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് പിന്നീട് അങ്ങോട്ട് കയറാനുള്ള അനുമതി ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞൊരു ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിലെല്ലാം സംസാരിക്കുന്നുണ്ട് 2 പ്രതിനിധികളെ പോപ്പിൻ്റെ അടുത്തേക്ക് അയച്ചിട്ട്. പക്ഷേ പോപ്പിനോട് അന്ന് പോർച്ചുഗീസുകാർ പറയുന്നത് ഒരിക്കലും അദ്ദേഹം അങ്ങനെ ചെയ്യൂല എന്നാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളത് പേടിക്കേണ്ടതില്ല, നമ്മളത് തടയേണ്ടതില്ല എന്ന്. അങ്ങനെ രണ്ടാമത്തെ ഡിപ്ലോമാറ്റ്സ് പോയിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഇനിയും ഇതിൽ ഇടപെടുന്നില്ലെങ്കിൽ, ഒന്നാമത് എന്താ വെച്ചാൽ മംലൂക്കുകൾക്ക് ഒരു മാരിടൈം വാറിനുള്ള സ്കില്ലില്ല. ഒരു കടലിൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു സ്കില്ലാണ്. ആ സ്കില്ല് ഒരിക്കലും പോർച്ചുഗീസുകാർ അത്രയൊന്നും മംലൂക്കുകൾക്ക് ഇല്ല എന്നുള്ളതും ഇവർ യുദ്ധത്തിൽ തോൽക്കാനൊരു കാരണമാണ്. അപ്പോൾ രണ്ടാമത്തെ ഡിപ്ലോമാറ്റ് പോയിട്ട് ഇവർ പിന്നെ സാമൂതിരിൻ്റെ ഡിപ്ലോമാറ്റിൻ്റെ അവിടെ നിന്നുള്ള കച്ചവടക്കാരുണ്ട്, ഇവർ സുൽത്താൻ്റെ അടുത്ത് പോയിട്ട് പറയണേ, ഞങ്ങളിനി പിന്നെ കച്ചവടം ഡയറക്റ്റ് ആക്കും, ഞങ്ങൾ പോർച്ചുഗീസുകാരായിട്ട് എന്ത് ചെയ്യും, ട്രേഡിനുള്ള ഡീലുകൾ ചെയ്യും, അതല്ലാതെ ഞങ്ങളുടെ അടുത്ത് വേറെ മാർഗ്ഗമല്ല, അതല്ലെങ്കിൽ നിങ്ങൾ ഇടപെടണം. അദ്ദേഹം പിന്നെയും രണ്ടാമതൊരു യുദ്ധത്തിനുള്ള എല്ലാ കാര്യങ്ങളും പിന്നെ തയ്യാറാക്കുന്നുണ്ട്, പക്ഷേ അത് കഴിയുന്നില്ല. അങ്ങനെ മംലൂക്ക് സുൽത്താനേറ്റ്
അതായത് അബ്ബാസിയ ഖിലാഫത്ത് ഏകദേശം 1517 കൂടി അവസാനിക്കുകയാണ്. പിന്നീട് ലോകത്ത് ഉസ്മാനിയ ഖിലാഫത്ത് വരുന്നതാണ് പിന്നീട് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ടോട്ടൽ സിനാരിയോയിൽ ഒരു കാലത്ത് ലോകത്തെ ഒരു വൻ ശക്തിയായിട്ട് നിലനിന്ന ഈസ്റ്റ് ഇന്ത്യയും വെസ്റ്റ് ഇന്ത്യയും ഇടയിലുള്ള ഒരു ട്രേഡ് ലിങ്കായിട്ട് പിന്നെ നിലനിന്നിരുന്ന മംലൂക്ക് സുൽത്താനേറ്റ് അവരുടെ ഒരു പ്രധാനപ്പെട്ട ഇക്കണോമിക് പവറിൻ്റെ ഒരു ബാക്ക് ബോൺ ആയിട്ട് നിലനിന്നത് മലബാറായിരുന്നു. ഈ മലബാർ എന്നുള്ളൊരു പോർട്ട് നമ്മളിതിൻ്റെ ഒരു ആകെത്തുക നോക്കുമ്പോൾ മലബാർ എന്നുള്ളൊരു പോർട്ടിൽ നിന്നുള്ളൊരു സ്പൈസ് ട്രേഡ്, അപ്പോൾ ഈ മലബാർ എന്നുള്ള പോർട്ട് കണ്ടെത്തുകയും അവിടെ നിന്നുള്ള സ്പൈസ് ട്രേഡിൻ്റെ റൂട്ട് ഡിസ്ട്രപ്റ്റ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ജെറുസലേം പിടിച്ചടക്കാനുള്ള ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടാണ് ക്രൂസൈഡ്സ് എന്തിരുന്നത് ലോകത്ത് കണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരുപാട് ശ്രമങ്ങൾ അന്നുണ്ടായി. അതിൻ്റെ ഒരു അവസാനത്തെ വിജയമായിരുന്നു വാസ്കോ ഡി ഗാമ ഇങ്ങോട്ട് എത്തിയതും ഇത് കണ്ടതും. അവരെല്ലാം ഇതിലൊക്കെ എഴുതി വെച്ചതുപോലെ തന്നെ അവർക്ക് ആ ട്രേഡ് റൂട്ട് നേരെ യൂറോപ്പിലേക്ക് കണ്ടെത്താൻ സാധിച്ചു. പിന്നെ ഈ സുൽത്താനിൻ്റെ ഇക്കണോമിക്കലി അവരെ വീക്കാക്കാൻ കഴിഞ്ഞു. അവരുടെ സാമ്പത്തിക സ്ഥിതി പോയി, അവരുടെ അധികാരം പോയി. പക്ഷേ ഉസ്മാനിയ ഖിലാഫത്ത് നിലവിൽ വന്നു. പക്ഷേ അപ്പോഴും ജെറുസലേം പിടിച്ചെടുക്കുക എന്നുള്ള സംഗതിയൊന്നും ക്രുസൈഡ്സിന് നടന്നിട്ടില്ല. പിന്നീട് ഒരു 8ാമത്തെ കുരിശുയുദ്ധത്തോടുകൂടി കുരിശുയുദ്ധം ലോകത്ത് അവസാനിക്കുകയാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു അന്നത്തെ ഒരു ലോക സാഹചര്യത്തിൽ ഒരു 13, 14, 15 നൂറ്റാണ്ടിൽ അറിഞ്ഞോ അറിയാതെയോ ഡയറക്റ്റോ ഇൻഡയറക്റ്റ് ആയിട്ടോ മലബാറിൻ്റെ ഒരു ഇൻവോൾവ്മെൻറ്റ് നമുക്ക് ഈ ലോക രാഷ്ട്രീയത്തിലെല്ലാം കാണാൻ കഴിയും. അന്നത്തെ ഒരു ജിയോ പൊളിറ്റിക്കൽ സ്ട്രഗിളിൽ മുഴുവൻ മലബാർ ഒരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടറായിട്ടൊരു എലമെൻ്റായിട്ട് നമുക്ക് അതിനെ ഈ രൂപത്തിൽ വായിച്ചെടുക്കാൻ കഴിയും എന്നുള്ളതാണ് വളരെ ചുരുക്കത്തിൽ പറയാനുള്ളത്. അസ്സലാമു അലൈക്കും.